നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ്, അതായത് ഭക്ഷണം, അതുപോലെ അവരെ വാസസ്ഥലവും. അപ്പോൾ ഇത് നമ്മളൊരു ഫീൽഡ്, ഒരു വയലാണ്. ഈ വയലിൽ ഒരുപാട് ജീവികളെ നെയിംസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, അവരെ നെയിംസ് അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. എവരി ക്രിയേച്ചേഴ്സ് ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം other ഓർഗാനിസംസ്. ഇപ്പോൾ ഈ പിക്ചറിൽ തന്നെ ഒരുപാട് ജീവികളെ കണ്ടു. അപ്പോൾ അതിലുള്ള ഓരോ ജീവികളും മറ്റൊരു ജീവികളാണ് എന്ത് ചെയ്യുന്നത്, ആഹാരമാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. കുഞ്ഞു മീനുകൾ എന്തിനെയാണ് ആഹാരമാക്കുന്നത്, പ്ലാന്റ്സിനെയാണ്, സസ്യങ്ങളാണ് നമ്മളെ സ്മോൾ ഫിഷസ് കഴിക്കുന്നത്. ഇനി ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. വലിയ മീനുകൾ കുഞ്ഞു മീനുകളെ, സ്മോൾ ഫിഷിനെയാണ് ഫുഡാക്കുന്നത്. ഇനി ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. നമ്മളെ കൊക്ക്, നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ, നമ്മളെ വയലിൽ നമ്മൾ കാണുന്നുണ്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലുള്ള നമ്മളെ ക്രെയിനിനെ. അപ്പോൾ ഈ ക്രെയിൻ എന്തിനാണ് കഴിക്കുന്നത്, ഫിഷിനെയാണ് കേട്ടോ. നമ്മളെ മീനുകളാണ് ആളെ ഭക്ഷണം. അതുകൊണ്ടാണ് നമ്മൾ ആളെ വയലിൽ കാണുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ക്ലിയർ? അപ്പോൾ ഓരോ ജീവിയും മറ്റൊരു ജീവിയാണ് എന്താക്കുന്നത്, ആഹാരമാക്കുന്നത്. അതിപ്പോൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യം തന്നെ ആരെയാണ് എഴുതുക, പ്ലാന്റ്സിനെയാണ് നമ്മൾ എഴുതുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരത്തെ എന്ത് ചെയ്തു, നമ്മൾ ഗോട്ട് കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു, നമ്മൾ പ്ലാന്റാണ് കഴിക്കുക. അതുപോലെ പ്ലാന്റ്സ് കഴിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് കഴിക്കുക. ആ പ്ലാന്റ് കഴിക്കുന്നതിൽ നിന്ന് പിന്നെ ആ പ്ലാന്റ് കഴിക്കുന്നത് ഏത് ജീവിയാണ്, അതായത് നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് കഴിക്കുന്ന ജീവികളെ നമ്മൾ എഴുതി. അപ്പോൾ ഒരു ഫുഡ് ചെയിൻ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പ്ലാന്റ് കഴിക്കുന്ന ജീവിനെ, ഇപ്പോൾ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, സ്മോൾ ഫിഷ്. അപ്പോൾ പ്ലാന്റ്സ് സ്മോൾ ഫിഷസ് കഴിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ സ്മോൾ ഫിഷിനെ ആരാണ് കഴിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ കൊടുക്കുന്ന ആ ഒരു സാധനത്തിന് കഴിക്കുന്നത് ആരാണോ അവരെയാണ് സെക്കൻഡ് കാറ്റഗറി കൊടുക്കേണ്ടത്. ആ ജീവനെ കഴിക്കുന്നവരെ തേർഡ് കാറ്റഗറിയിൽ, പിന്നെ ആ ജീവനെ കഴിക്കുന്നത് ആരാണോ അവരെയാണ് നെക്സ്റ്റ്. അതായത് ഫസ്റ്റ് നമ്മൾ പ്ലാന്റ്സ്, ഈ പ്ലാന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയും. അതായത് തുടങ്ങുന്നത് ഫസ്റ്റ് ലിങ്ക്. അതുപോലെ ഇത് എൻഡ് ചെയ്യുന്നതിന് ലാസ്റ്റ് ലിങ്ക്. ഇപ്പോൾ ഒരു ഫുഡ് ചെയിൻ നമുക്കവിടെ തന്നിട്ടുണ്ട്, പ്ലാന്റ്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്, ക്രെയിന്. അതുപോലെ പ്ലാന്റ്, സ്മോൾ ഫിഷ്, ഫ്രോഗ്, ക്രെയിന്, അങ്ങനെ 2 എണ്ണമായി. അപ്പോൾ ഈ 2 എണ്ണം ക്രെയിനിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അത് അവസാനിക്കുന്നത് വലിയൊരു ജീവിയിലാണ്, നമ്മളെ കൊക്കിൽ. അപ്പോൾ കൊക്കിനെ നമ്മൾ ലാസ്റ്റ് ലിങ്ക് എന്നും പറയും. അതുപോലെ ഈ പ്ലാന്റ്, ഈ ഒരു സസ്യത്തിന് നമ്മൾ ഫസ്റ്റ് ലിങ്ക് എന്നും പറയും. ആ 2 നെയിംസ് മക്കളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്ലാന്റ് കഴിക്കുന്ന ഏതൊരു ജീവിനെയും നമുക്ക് ആ സെക്കൻഡ് ആരോയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ പ്ലാന്റ് നമ്മൾ എഴുതി, പ്ലാന്റ് കഴിക്കുന്നതാണ് നമ്മളെ സ്മോൾ ഫിഷ്. ഇനി ഈ സ്മോൾ ഫിഷിനെ ആരൊക്കെ കഴിക്കും, നമുക്കറിയാം സ്മോൾ ഫിഷിനെ ലാർജ് ഫിഷ് കഴിക്കും. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. ഇനി ആ ലാർജ് ഫിഷിനെ ക്രെയിൻ കഴിക്കും, കൊക്ക്. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്തായി, ഒരു ഫുഡ് ചെയിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ സെക്കൻഡ് ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, പ്ലാന്റ് കഴിക്കുന്ന ആളാണ് സ്മോൾ ഫിഷിനെ നേരത്തെ ലാർജ് ഫിഷ് എന്ന് കൊടുത്തു. അപ്പോൾ അതല്ലാതെ വേറെയും സ്മോൾ ഫിഷിനെ കഴിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ സ്മോൾ ഫിഷിനെ ഫ്രോഗ്, നമ്മളെ തവള കഴിക്കും. തവളനെ പിന്നെ എന്ത് ചെയ്യും, ക്രെയിൻ കഴിക്കും. അപ്പോൾ ഇത് സെക്കൻഡ് ഫുഡ് ചെയിൻ. ഇനി നമുക്ക് ഇവിടെ 2 ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് കഴിക്കുന്ന വേറൊരാളെ നെയിം നമ്മളിവിടെ കൊടുക്കുക. പ്ലാന്റിനെ എന്ത് കഴിക്കും, സ്നെയിൽ, നമ്മൾ ഒച്ച് കഴിക്കും അല്ലേ. അതുപോലെ ഗ്രാസ് ഹോപ്പർ കഴിക്കും. ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചപ്പുൽച്ചാടി. അപ്പോൾ ഒന്നെങ്കിൽ ഈ പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഈ ആരോയിൽ എന്ത് ചെയ്യണം, ഗ്രാസ് ഹോപ്പർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സ്നെയിൽ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ പ്ലാന്റ് കഴിക്കുന്ന ഏതൊരു ജീവനെ വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഫുഡ് ചെയിൻ നോക്കാം. പ്ലാന്റ് കഴിക്കുന്നത് ആരാ, വേം എന്ന് പറഞ്ഞാൽ പുഴു. ഇനി പുഴുവിനെ കഴിക്കുന്ന ആളെ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമുക്കറിയാം അല്ലേ, നമ്മൾ പുഴുവിനെ ആരെ കഴിക്കുക, ഫ്രോഗ് കഴിക്കും. അപ്പോൾ നമുക്കിവിടെ ഫ്രോഗ് എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് ഫസ്റ്റ് ലിങ്ക് ആയിട്ടുള്ള പ്ലാന്റ് കഴിക്കുന്ന ആരൊക്കെയാണോ അവരെയാണ് നമ്മൾ രണ്ടാമത്തതിൽ കൊടുക്കേണ്ടത്. ആ ജീവനെ പിന്നെ ആരാ കഴിക്കുക, അവരെ മൂന്നാമത്തത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കഴിക്കുന്നത് ആരാണോ അവരെ കൊടുക്കുക. ഇനി ഇതിപ്പോൾ ക്രെയിനിലൂടെ അവസാനിച്ചു. അതല്ലാതെ വേറെ ജീവികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ എത്ര ലെങ്തി ആയാലും നമുക്ക് പോകാൻ പറ്റും. അത് നെക്സ്റ്റ് ഇതിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഫുഡ് ചെയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പ്ലാന്റ്സ് ആണ് കൊടുക്കേണ്ടത്. അത് മക്കൾ ശ്രദ്ധിക്കുക. അതിനെ നമ്മൾ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയും. ഓക്കെ.